ഹലോ ഗൈസ്, ഞാൻ ഈ പോകുന്നത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് മേടിക്കാനാണ്. തലേന്നായി പോയി ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ആദ്യം എത്തിയത് നമ്മുടെ താമരശ്ശേരി സർപ്രൈസ് ഗിഫ്റ്റിലാണ്. ഞാൻ അവിടെ തന്നെയാണ് അധികം ചെയ്യാറുള്ളത്. അപ്പം ഒരു ഫ്രെയിം ചെയ്യിപ്പിച്ചു, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ താമരശ്ശേരി സിറ്റി മാളിലത്തെ അച്ചൂസ് പോയി അങ്ങനെ സാധനമൊക്കെ മേടിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കേട്ടോ തിരിച്ചു പോയത്. കാരണം ഇതൊക്കെ പാക്ക് ചെയ്യണമല്ലോ, കാണാൻ പാടില്ലല്ലോ. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്യുകയാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങിയത് കൊണ്ട് തന്നെ എനിക്കൊരാളെ സഹായം കൂടി വേണ്ടിയിരുന്നു. കാരണം എനിക്ക് രാത്രി തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ പോകണമായിരുന്നു. അങ്ങനെ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അപ്പൻ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പനും കുറേ എണ്ണം പാക്കൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി പാക്ക് ചെയ്തതാണ്. അങ്ങനെ ഓരോന്നായിട്ടൊരു ഹാമ്പർ പോലെയാണ് ഞാൻ സെറ്റ് ചെയ്യാൻ വിചാരിച്ചത്. അപ്പം ഇത് ഇന്ന് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാണ്ട്, വീട്ടിലേക്ക് കൊണ്ടുപോകാണ്ട് എൻ്റെ വീട്ടിൽ തന്നെ വെച്ചിട്ട് ആനിവേഴ്സറീൻ്റെ അന്ന് അച്ഛനും അമ്മയും വരുമ്പോൾ കൊണ്ടുവരാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ ഓരോന്നും. അങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്തു. ആ മിഠായിൻ്റെതൊക്കെ അച്ഛൻ്റെ ക്രിയേറ്റിവിറ്റി ആയിട്ടോ, അടിപൊളിയായിട്ട് ആൾ ചെയ്യും. അങ്ങനെ എല്ലാം പാക്ക് ചെയ്തു, ഓരോ സാധനങ്ങൾ എടുത്ത് വെച്ചു. അപ്പം ഇന്ന് രാത്രി അതിലായിട്ടൊരു സർപ്രൈസായിട്ട് ആകെ ഒരു ടെഡി ബിയറും ഒരു മിഠായിൻ്റെതും ഒരു ടീഷർട്ടും മാത്രം കൊടുത്തിട്ട് ഇതേ എനിക്ക് വാങ്ങാൻ പറ്റുള്ളൂ, എൻ്റെ സാഹചര്യം കൊണ്ട് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനിങ് ഒക്കെ ആയിരുന്നു. അതൊക്കെ പിന്നെ ഞാൻ ആ രീതിയിൽ തന്നെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോയത്. പിന്നെ നമ്മൾ ഗിഫ്റ്റുകൾ എത്ര എണ്ണം വാങ്ങുക എന്നതിനേക്കാൾ ഉപരി നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത് കാണുമ്പോൾ ആ ആളുടെ മുഖത്ത് വരുന്ന സന്തോഷം ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഏറ്റവും വലുത്. ഇതിൻ്റെ ചെറിയ ഗിഫ്റ്റ് അങ്ങനെ ആൾ ഓരോന്നായിട്ട് അഴിച്ചു കേട്ടോ. ആദ്യം ഒരു ചെറിയൊരു ടെഡി ബിയർ ആയിരുന്നു, പിന്നെ ഒരു ടീഷർട്ട് ഉണ്ട്, നമ്മുടെ കംഫർട്ട് ഫാക്ടറിയിൽ നിന്നാട്ടോ എടുത്തത്. അങ്ങനെ ആൾ അപ്പം തന്നെ ഇട്ടു, ഭയങ്കര ഇഷ്ടം ആയി എന്നാണ് പറഞ്ഞത്. അങ്ങനെ പിറ്റേന്ന് ആനിവേഴ്സറീൻ്റെ അന്നായി. അങ്ങനെ ഞാൻ ബാക്കി ഗിഫ്റ്റൊക്കെ എടുത്തു. എൻ്റെ സ്നേഹമാണ് കേട്ടോ ഞാൻ ഈ കൈമാറുന്നത്. ആൾ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഇത്. കാരണം തലേന്ന് രാത്രി ആ ഒരു രീതിയിലായതുകൊണ്ട് ആൾ പ്രതീക്ഷിച്ചതേ ഉണ്ടായിരുന്നില്ല. ആൾ ഒരുപാട് ഹാപ്പിയായി. അത് കാണുമ്പോൾ എനിക്ക് കിട്ടിയൊരു സന്തോഷം എന്ന് പറയുന്നത് അത് വളരെ വലുതാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു, ഫാമിലീസ് ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ രീതിയിലല്ല, എന്നാലും ചെറിയ രീതിയിൽ നമ്മൾ ആനിവേഴ്സറി നടത്തി. എനിക്കും ഗിഫ്റ്റ് തന്നു. അതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. അങ്ങനെ അതിലേട്ടൻ ഓരോന്നായിട്ട് അയച്ചു നോക്കുകയാണ് എന്തൊക്കെയാണെന്നുള്ള. ഭയങ്കര എക്സൈറ്റ് ആയിട്ടാണ് കേട്ടോ അതിലേട്ടൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആൾക്ക് ഈ ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കുറച്ചെണ്ണം മേടിച്ചു. പിന്നെ ഷർട്ട്, ടീഷർട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ.